ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുവാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ആഴ്ചകളിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടി അല്ലെങ്കിൽ മീഡിയം ടേം ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സ് പരിചയപ്പെടുത്താനാണ്. സോ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയട്ടെ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ച് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന വാച്ച് ലിസ്റ്റ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് റിവീൽ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഇതിൻ്റെ ടെക്നിക്കൽസും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇതിൻ്റെ ടെക്നിക്കൽസ് ഒക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോക്സിലേക്ക് സ്ട്രെയിറ്റ് പോകാം. സോ ബാങ്ക് നിഫ്റ്റി അനലൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ നിഫ്റ്റിയുടെ കണ്ടീഷൻ അറിയാതെ നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ കുറിച്ചുള്ള ഒരു വ്യൂ അറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഏതൊരു ട്രേഡും ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഒന്ന് നോക്കാം. 25,910 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾ ടൈം ഹൈ എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുകയാണ് അല്ലേ. സോ 26,130 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനായിട്ട് വലിയ സമയമൊന്നും വേണ്ടെന്ന് വിശ്വസിക്കുന്നു. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാർക്കറ്റ് മേ ബി ഒരു ഓൾ ടൈം ഹൈ ചെക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. സോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അറ്റംപ്റ്റ് മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരു 1% മൂവ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ആഴ്ചത്തെ വീക്ക്ലി കാൻഡിലൊക്കെ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഉള്ളതായിട്ട് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലും കൂടെ നമുക്കത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഏകദേശം ഒരു സ്ട്രക്ചർ ബേസ് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഈ ഓൾ ടൈം ഹൈയിൽ നിന്നും മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള അറ്റംപ്റ്റ് എന്തായാലും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബലി വേറെ മോശം ഇവൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കൺസിഡറേഷൻ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക, നമ്മുടെ മുഴുവൻ സ്റ്റോക്ക് ലിസ്റ്റിലേക്കും പോവാം. ആദ്യം തന്നെ GRSE എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. സോ ഇതിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ്. ഞാൻ ഈ ഏരിയാസിലൊക്കെ ആഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ GRSE നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ 2890 എന്നുള്ള റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ. മാർക്കറ്റിലേക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇത് കണ്ടില്ലേ, ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. ആൻഡ് മാർക്കറ്റ് കുറച്ച് എവിടെയാണ് ഒരു 36% ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് ചെറിയൊരു ബേസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് അവിടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ടെക്നിക്കലി പഠിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ബേസിൽ നിന്നും മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് തന്നേക്കുന്ന ഒരവസ്ഥ GRSE എന്ന് പറഞ്ഞ സ്റ്റോക്കിലുണ്ട്. സോ ഇപ്പോൾ 2895 ആണ് ട്രേഡ് ചെയ്യുന്ന റേഞ്ച്. ആൻഡ് 3000 ആൻഡ് 3530 എന്ന് പറയുന്ന സപ്ലൈകളിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. സോ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആഴ്ചകളിൽ നമുക്കറിയാം. എന്തായാലും നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുക. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് MAH ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അടക്കം ഒരു ഓൾ ടൈം ഹൈ തന്ന ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരെയാണ് ഉണ്ടായത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 623 റേഞ്ചിൽ നിന്നും മാർക്കറ്റ് മോസ്റ്റ്ലി 60% ഡൗൺ സൈഡ് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു. 60% ഡൗൺ സൈഡ് തന്ന ശേഷം ഈ സ്റ്റോക്ക് നടത്തുന്ന അറ്റംപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. എന്തായാലും ഈ ഒരു ഏരിയയിൽ വന്ന ശേഷം മാർക്കറ്റ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു വിക്ക് ഇവിടെ കാണാം അല്ലേ. ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക്ഔട്ടിനുള്ള ഒരു ശ്രമം നടത്തിയായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വിക്ക് കണ്ടാൽ അറിയാം, ആ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആകുകയും മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കുറച്ചധികം കാലം ഡൗൺ സൈഡ് നിന്ന ശേഷം മാർക്കറ്റ് അപ്പ് സൈഡ് പോവുകയാണ് ഉണ്ടായത്. കണ്ടില്ലേ, ബ്രേക്ക്ഔട്ട് എടുത്തു, ബ്രേക്ക്ഔട്ടിന് ശേഷം സപ്പോർട്ട്, ആ റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുണ്ടായത്. ആൻഡ് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഹയർ ഹൈ ഫോർമേഷൻ തരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അടുത്ത ഒരു ഹയർ ഹൈ ഏരിയ, ഈ ഒരു ഹൈയിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് മാർക്കറ്റ് ഇവിടെ നടത്തിയ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ സൂം ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രക്ചറലി നമുക്ക് പഠിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിവിടെ നോക്കണ്ട, കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ പലതവണയായിട്ട് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ടായിരുന്നു. ഏതാണ് 389 to 400 റേഞ്ചിലാണ് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടുന്നത്. സോ ഒരിക്കൽ ഈ ഏരിയ ക്ലിയർ ചെയ്തതാണ് മാർക്കറ്റ്. കണ്ടില്ല, ഈ ഒരു ഓവർ ഹെഡ് സപ്ലൈ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് അപ്സൈഡ് പോയ ശേഷം മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഏരിയയിൽ തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്തു. കണ്ടോ, മൈന്യൂട്ട് ലെവലിൽ നമ്മളിത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിലിവിടെ ഒരു പ്രത്യേകിച്ച് കഥയൊന്നും വായിക്കാൻ അറിയില്ല. ഓരോ ക്യാൻഡിൽസിലും ഓരോ കഥകളുണ്ടെന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ എന്താ പറയുക, മാർക്കറ്റ്
ബ്രേക്കൗട്ട് തന്ന ശേഷം റീടെസ്റ്റ് തന്നേക്കുകയാണ്. സോ നമുക്കിവിടെ ഇനി എന്താണ് ഇവിടെ വാച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു 377 എന്ന് പറഞ്ഞ ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ. ഈ സ്റ്റോക്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 379 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, മറിച്ച് അതോ ഈ ഏരിയ ആണോ. ഈ ഒരു 2 ഡിമാൻഡ് ഏരിയകൾ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൊമെന്റം കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ 2 ഏരിയകളുണ്ട്, 350 to 370. ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു മൊമെന്റം ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ കരുതുന്നത്. അടുത്തൊരു സപ്ലൈ സോൺ, മേജർ സപ്ലൈ സോൺ വരുന്നത് 470 റേഞ്ചാണ്. മനസ്സിലായില്ലേ? ഈ ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 20% മൂവ്മെന്റ് നമുക്ക് കിട്ടും ഈ ഒരു സപ്ലൈയിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ. സോ അതിനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് വരുന്ന ആഴ്ചകളിൽ ഈ ഒരു 350 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യണം. 2 ഡിമാൻഡ് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് 379 ഏരിയയും ഒന്ന് 352 ഏരിയയും. സോ ഈ ഏരിയകൾ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വരുന്ന ആഴ്ചകളിൽ നമുക്കൊരു 20% മൂവ്മെന്റ് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയിൽ കിട്ടും. ഓക്കെ, സോ കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. ഇങ്ങനത്തെ കമ്പനി, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡൗൺ സൈഡ് വരുന്ന സ്റ്റോക്കാണ്. സോ മാർക്കറ്റിന് ഇനി ഈ സ്റ്റോക്കിൽ റിക്കവറി ഉണ്ടാവോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം മാർക്കറ്റ് അത്രയും ഡൗൺ സൈഡ് വരുന്ന സ്റ്റോക്കാണ്. സോ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഒരു മാർക്കറ്റിന് റിക്കവറി ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതാണ്. മേ ബി ഒരു 450 റേഞ്ച് വരെയൊക്കെ മാക്സിമം ഇതിൽ സ്റ്റോപ്പ് ലോസ് വരും. കാര്യം അത്രയും ഡൗൺ സൈഡ് വന്ന സ്റ്റോക്കാണ്. 7% മൂവ്മെന്റ് വീണ്ടും ഡൗൺ സൈഡ് വരുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബേസ് ഉണ്ടാക്കാനുള്ള അറ്റംപ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എത്രയാണ്? 480 റേഞ്ചിൽ മാർക്കറ്റ് ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഹാപ്പിയസ്റ്റ് മൈൻഡ്സിൽ ഈ ഒരു ഏരിയ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു 480 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ക്രൂഷ്യൽ ചോദ്യം. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 580 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ടെക്നിക്കലി ഏറ്റവും വീക്ക് സ്റ്റോക്കുകൾ ഒന്നാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ കണ്ടില്ലേ, നിങ്ങൾ ഈ ഭാഗത്തുള്ള മൂവ്മെന്റ്സ് നോക്കുക. ഇതൊരു ചെറിയ മുന്നത്തെ ഡിമാൻഡ് ഏരിയയാണ്. ആ ഡിമാൻഡ് ഏരിയയ്ക്ക് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുത്തു വെച്ചത്. കാര്യമല്ല, ആ ഒരു ഡിമാൻഡ് ഏരിയയാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ നോക്കുന്നത്. കണ്ടില്ലേ, മുന്നേ വന്ന ആ ഒരു സ്വിംഗ് ഹൈ ആണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിലെ പ്രൈസ് ആക്ഷൻ ഞാൻ വാച്ച് ചെയ്യണം. പിന്നെ റൗണ്ട് ഫിഗർ കൊണ്ടുകയാണ് 480 to 500 റേഞ്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് ഞാൻ കൺസിഡർ ചെയ്യും. ഒരു 580 റേഞ്ചിലോട്ടൊക്കെ ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. സോ എവരിവൺ കീപ് ദി സ്റ്റോക്ക് ഇൻ വാച്ച് ലിസ്റ്റ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. അടുത്ത സ്റ്റോക്ക് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അദാനി പോർട്സ്. അദാനി പോർട്സ് ഒരുപാട് ദിവസത്തെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട്. സോ അദാനി പോർട്സ് ഒരു ബ്രേക്ക്ഔട്ട് ഏരിയയിൽ നിൽക്കുകയാണ്. എബോവ് ബ്രേക്ക്ഔട്ടിലാണ് ക്ലോസിംഗ് വന്നത്. 1500 മുകളിൽ ക്ലോസിംഗ് കിട്ടി. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1560 റേഞ്ചിലേക്കാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1606 റേഞ്ചിലാണ്. സോ ഇത് മോസ്റ്റ്ലി ഒരു ബ്രേക്ക്ഔട്ട് റീറ്റെസ്റ്റ് സെറ്റപ്പ് ആയിട്ട് അദാനി പോർട്സിൽ നിൽക്കുകയാണ്. സോ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു എന്താ പറയുക 10% to 15% മൂവ്മെന്റ് ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യണം അദാനി പോർട്സിൽ. സോ എല്ലാവരും കണ്ടിന്യൂസ്ലി അദാനി പോർട്സ് വാച്ച് ചെയ്യുക. നല്ലൊരു സ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ട്, അത്യാവശ്യം ഹെൽത്തി ആയ കൺസോൾട്ടേഷൻ. ആൻഡ് കൺസോൾട്ടേഷനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്രേക്ക്ഔട്ടും. സോ കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ് അദാനി പോർട്സ്. അടുത്ത സ്റ്റോക്കും എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങൾ നോക്കുക, ഓക്കെ, ഇതിൻ്റെ ഹൈ പോയ റേഞ്ച് എന്ന് പറയുന്നത് 1600 റേഞ്ചിലാണ് മാർക്കറ്റ് ഹൈ പോയത് അല്ലേ. നിങ്ങൾ നോക്കി 1614 റേഞ്ചിൽ മാർക്കറ്റ് ഹൈ പോയി. ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് 1200 റേഞ്ചിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തു. ആ ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിലാണ് ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയ ഒരു 1515 എന്നുള്ള ഈ ഏരിയയിൽ മാർക്കറ്റ് ചെറിയ സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കണ്ടില്ലേ, ഈ ഏരിയയിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്താ ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് പോവുകയും ചെയ്യും. ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 1614 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 6 to 7% മൂവ്മെന്റ് ആണ് റിലയൻസിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റിൽ ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന നിലയിൽ ഈ ഏരിയ ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. എന്താ കണ്ടോ, ഈ ഏരിയ ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സപ്ലൈ മാർക്കറ്റ് മറികടക്കുകയാണെങ്കിൽ ഈ ഒരു ഇതാണ് അടുത്തൊരു ഡിമാൻഡ് ഏരിയ. ഈ ഡിമാൻഡ് സോണായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും.
കണ്ടില്ലേ, ഈ ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഒരു 7% മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ. സോ നിങ്ങളുടെ വ്യൂ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പരിചയപ്പെടുത്താം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. സൺ ഫാർമസ്യൂട്ടിക്കൽ നോക്കുകയാണെങ്കിൽ അറിയാം, അമേരിക്കയുടെ താരിഫ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല ഒരു പാനിക്കിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. ബട്ട് നിലവിൽ സ്റ്റോക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. റിസൾട്ട് വന്ന് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് വന്ന ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റി നിൽക്കുകയാണ്. ഓൾറെഡി നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മേജർലി ഉള്ള ഈ വിക്ക് ഏരിയ, ഈ ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ശ്രമിക്കുന്നത് ഇനി ഹയർ ഹൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ട്രക്ചർ ബേസ് അത്യാവശ്യം നല്ല സ്ട്രക്ചറാണ്. ഹെൽത്തി ആയിട്ടുള്ള കൺസോളിഡേഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. 1575 എന്നുള്ള ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് കുറച്ചധികം പ്രഷറിൽ, US താരിഫ് പ്രഷറിൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി. അപ്പോൾ 1560 എന്ന് പറയുന്നത് ആ താരിഫ് ഇഷ്യൂ വന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 6% മൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ അവൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിലവിൽ വേറെ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു സപ്പോർട്ട് 1675 എന്നുള്ള സപ്പോർട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു 6 to 10% മൂവ്മെന്റ് നമുക്ക് സൺ ഫാർമസ്യൂട്ടിക്കലിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ്. അടുത്ത സ്റ്റോക്കും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഗ്ലെൻമാർക്ക് എന്നാണ് കമ്പനിയുടെ പേര്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കമ്പനിയാണ് ഫണ്ടമെന്റലി. അപ്പോൾ ഗ്ലെൻമാർക്ക് നോക്കുവാണെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. മാർക്കറ്റ് ഓൾ ടൈം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് കണ്ടില്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ബൈയിങ് പ്രഷർ വന്ന മേഖല നിങ്ങൾക്ക് നോക്കാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന സോണാണിത്. ആ ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആൻഡ് മുന്നത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ആ ഒരു മുന്നത്തെ ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി എന്താണ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, ഇനി ഒരു മൈനർ റെസിസ്റ്റൻസ്, മൈനർ സപ്ലൈ എന്ന് പറയുന്നത് ഈ സോണാണ് മാർക്കറ്റിൻ്റെ മൈനർ റെസിസ്റ്റൻസ്. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. ഈ 1895 to 900 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ആ ഒരു ഏരിയ മാർക്കറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്ക് ഈ ഒരു ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 2150 എന്നുള്ള റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഗ്ലെൻമാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ സൂം ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ഒരു ചാർട്ടിനെ നമ്മൾ ഇങ്ങനെ വിലയിരുത്തണം, ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ ബേസ് ഒക്കെ നമ്മൾ അങ്ങനെ വിലയിരുത്തിയാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു ടാർഗറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സ്റ്റോക്ക് ടെക്നിക്കലി എനിക്ക് ഓക്കെ ആണ്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സപ്ലൈ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യട്ടെ, എന്നിട്ട് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ശേഷം അടുത്ത സ്റ്റോക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. VEDL എന്ന് പറഞ്ഞ കമ്പനി, വേദാന്ത ലിമിറ്റഡ്. സോ വേദാന്ത ലിമിറ്റഡ് കഴിഞ്ഞ കുറേ മാസം 2024 തുടങ്ങിയ ഒരു കൺസോൾട്ടേഷൻ ആണ്. നിങ്ങൾ നോക്കി ഞാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട് ഒരു വലിയ ബോക്സ് ആയിട്ട്. സോ ഇത്രയും ഏരിയ 2024 മെയ് മാസം തൊട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്. 1 വീക്ക് ചാർട്ട് ഇട്ട് കാണിക്കാൻ, കണ്ടില്ലേ, മാർക്കറ്റ് ഒരു 1 വീക്കാണ് 1 ഇയർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ആൻഡ് മാർക്കറ്റ് പുതിയൊരു അറ്റംപ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കൊല്ലമായിട്ടുള്ള കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് വേദാന്തയിൽ നടത്തുകയാണ്. സോ മെറ്റൽ ഇൻഡെക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന സ്ഥിതിക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ കുറച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. എന്തായാലും 25% മൂവ്മെൻറ്റ് എന്തായാലും വേദാന്ത ഈ ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് നല്ല സക്സസ്ഫുള്ളി ചെയ്താൽ നമുക്ക് പ്രതീക്ഷിക്കാം. 1 ഡേ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ നോക്കുന്നത്, ഹയർ ഹൈ തന്നെയാണ് ഫോർമേഷൻ. ഒരിക്കൽ ഓവർ ഹെഡ് സപ്ലൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് അത്ര ഡൗൺ സൈഡ് വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീക്ക്നെസ് വരണമെങ്കിൽ മാക്സിമം ഈ ഒരു ഏരിയ ഒരു 480 ബ്രേക്ക് ചെയ്ത് താഴെ പോകണം, എന്നാലേ ടോട്ടൽ വീക്ക്നെസ് വരത്തുള്ളൂ. കണ്ടില്ലേ, മുന്നത്തെ ഒരു സപ്ലൈ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയാണ്. അപ്പോൾ ഈ എന്തായാലും ഉടനെ തന്നെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നില്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഒരു കറക്ഷൻ വന്ന ശേഷം 480 റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു അറ്റംപ്റ്റ് ഉണ്ടായാലും ഹെൽത്തി ആണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിൽക്കും. എന്തായാലും വേദാന്ത ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിലായിരിക്കും സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ വേദാന്ത നിങ്ങൾ സ്റ്റഡി പർപ്പസിൽ ഉൾപ്പെടുത്തുക. ഇതുപോലത്തെ ഒരു ക്ലാസിക് സെറ്റപ്പുകൾ വല്ലപ്പോഴും മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊഫോർജ് ആണ്. അപ്പോൾ കൊഫോർജിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. കൊഫോർജ് ടോട്ടൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി അറിയാവുന്ന കാര്യമാണ് ഈ ഹൈ 2000 റേഞ്ചിൽ എന്തായാലും മാർക്കറ്റ് ഒരു സപ്ലൈ എടുക്കാൻ സാധ്യതയുണ്ട്. സോ ഒരു മൈനർ സപ്ലൈ റേഞ്ച് മാർക്കറ്റ് എടുക്കുന്നത് ഈ ഏരിയയിലാണ്. 1860 എന്നുള്ള റേഞ്ചിൽ
കൊഫോർജ് ലിമിറ്റഡ് സപ്ലൈ എടുക്കുകയാണ്. ആൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താണ് അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത്യാവശ്യം നല്ല കമ്പനിയാണ് കൊഫോർജ് എന്ന് പറയുന്നത്. 10% മൂവ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രെങ്ത് ആയിട്ട് നടന്ന, ആൻഡ് നമുക്കിവിടെ നോക്കാം 1, 2, 3 മൂന്ന് അറ്റംപ്റ്റുകളിൽ സ്റ്റോക്ക് ഓൾറെഡി നടത്തിയിട്ടുണ്ട് ആ ഏരിയ കവർ ചെയ്യാനായിട്ട്. 4ാമത്തെ അറ്റംപ്റ്റ് വരുന്ന ആഴ്ച കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് 1707 ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഈ അറ്റംപ്റ്റ് ഫെയിൽ ആവാതിരിക്കുകയാണെങ്കിൽ ഒരു 10% ക്വിക്ക് മൂവ്മെന്റ് ആയിരിക്കും കൊഫോർജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാം കൊഫോർജ്. അടുത്ത സ്റ്റോക്ക് കൂടെ പറയാം. അടുത്ത സ്റ്റോക്ക് ഇപ്പോൾ റിസൾട്ട് വന്നതിൽ ഞാൻ പരിശോധിച്ചതിൽ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഒന്നാണ് ABS മറൈൻ സർവീസസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോക്കാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഇഷ്യൂ ഒക്കെ നമുക്ക് തോന്നും. ഈ സ്റ്റോക്ക് ഈ ഏരിയ ആരും ട്രേഡ് ഒന്നും ചെയ്യാൻ നമ്മളപ്പോൾ റീറ്റെയിലേഴ്സ് ധൈര്യം കാണിക്കത്തില്ല. അപ്പോൾ സ്ട്രക്ചർ ബേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ വിസിബിൾ ആണ്. നോക്കുക, ഒരു ക്ലാസിക് പാറ്റേൺ വിസിബിൾ ആണ്. ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലായവർ കമന്റ് ബോക്സിൽ ഇടുക. പാറ്റേണിന്റെ പേര് പറയുന്നില്ല. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഇവിടെ നിലവിൽ വിസിബിൾ ആണ്. ഈ സ്റ്റോക്കിൽ ABS മറൈൻ സർവീസിലെ 1 ഡേ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ വിസിബിൾ ആണ്. അത് മനസ്സിലായവർ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ABS മറൈൻ സർവീസസ് എന്ന സ്റ്റോക്കിൽ ഈ ഏരിയ നോക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ നടന്ന സ്റ്റോക്കാണിത്. ആൻഡ് ഇപ്പോൾ മാർക്കറ്റ് എന്താണ് നടക്കണമെന്ന് 1 വീക്കും കൂടെ ഇട്ട് നോക്കാം. നിങ്ങൾ നോക്കി, ഈ സ്റ്റോക്ക് 1 വീക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ടിന്യൂസ് ബൈ നടന്ന സ്റ്റോക്കാണ്. ആൻഡ് റീട്രേസ്മെന്റ് ആൻഡ് സ്റ്റിൽ സ്റ്റോക്കിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ട്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഹൈ 440 ഒരു എന്താ പറയുക, ആ ഒരു റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ഉറപ്പൊന്നുമല്ല, മാർക്കറ്റിൽ റിട്ടേൺസ് എന്ന് പറയുന്നത് ഉറപ്പൊന്നുമല്ല, ബട്ട് നമുക്കൊരു ശ്രമം നടത്താമല്ലോ. അപ്പോൾ ഡിമാൻഡ് ഏരിയാസ് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇതിലൊരു സ്റ്റോക്കിന്റെ ഡിമാൻഡ് ഏരിയ വരുന്നത് 170 നല്ല ക്ലാസിക് ആയിട്ടൊരു ഡിമാൻഡാണ്. കാര്യം നിങ്ങൾ ഈ വിക്ക് ശ്രദ്ധിച്ചോ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തിയതും മാർക്കറ്റ് വിക്ക് കാണിച്ചു ആൻഡ് അപ്സൈഡ് പോയി. സോ വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്കും തന്നിട്ടാണ് പോയത്. ഒരു ഡിമാൻഡ് ഏരിയയിൽ 170 റീജിയനിൽ വന്ന അത്യാവശ്യം നല്ലൊരു ട്രേഡ് ആയിരിക്കും കിട്ടുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചേക്കാം. ഈ ഹൈക്ക് മുകളിലുള്ള മൂവ്മെന്റും നമുക്ക് ക്ലാസിക്കലി വാച്ച് ചെയ്യാം. ഞാൻ കുറച്ച് ഹൈ പ്രയോറിറ്റിയിൽ ഇട്ടേക്കുന്ന സ്റ്റോക്കാണ് ABS മറൈൻ സർവീസ്. പക്ഷേ നമ്മൾ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാര്യം നമുക്ക് ഇത് റെക്കമെൻഡേഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടെക്നിക്കലി ഈ സ്റ്റോക്ക് ഗുഡായിട്ട് തോന്നുന്നുണ്ടോ. ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. അല്ലേ, എല്ലാവർക്കും മനസ്സിലാവട്ടെ. സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 170 റേഞ്ചാണ്, നമുക്ക് ടെക്നിക്കലി മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ സപ്പോർട്ട് റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിറ്റർമിനേഷനിൽ ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. എന്തായാലും ക്ലാസിക്കലി എൻ്റെ ഹൈ പ്രയോറിറ്റി സെറ്റപ്പ് തന്നെയായിരിക്കും ABS മറൈൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും 1-2 സ്റ്റോക്സ് ഞാൻ അല്ലാതെ ഒരു സ്റ്റഡി പർപ്പസിന് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് LG ബാലകൃഷ്ണ എന്ന് പറഞ്ഞ സ്റ്റോക്കില്ലേ, LG ബാലകൃഷ്ണ എന്ന് പറയുന്ന സ്റ്റോക്കുണ്ട്. സോറി, ആ സ്റ്റോക്കിൻ്റെ പേര് LG ഓക്കെ, എനിക്ക് അതിൻ്റെ കറക്റ്റ് ടിക്കർ നെയിം ഞാൻ മറന്നുപോയി. LG ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ അല്ല. ഓക്കെ, അത് വിട്ടേക്കുക, നമുക്കത് പിന്നെ നോക്കാം. ആ സ്റ്റോക്ക് അടുത്ത നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക്, തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ അത് ഉൾപ്പെടുത്താം. പിന്നെ ഉള്ളത് IPL ആണ്, ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ലിമിറ്റഡ്. അതിൻ്റെ ടിക്കർ നെയിം ഞാൻ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കാര്യമില്ല. ഇപ്പം ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ലിമിറ്റഡ് അത്യാവശ്യം നല്ല റിസൾട്ട് വന്ന കമ്പനിയാണ്. ബട്ട് ടെക്നിക്കലി ഈ കമ്പനി സ്ട്രെങ്ത് കാണിക്കുന്നില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് കമ്പനികളിൽ ഒന്നാണ് ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ലിമിറ്റഡ്. ടെക്നിക്കലി ഞാൻ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത തരക്കേടില്ലാത്ത റിസൾട്ടാണ് തോന്നി. ബട്ട് ടെക്നിക്കലി ഈ സ്റ്റോക്ക് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നില്ല ഈ ഒരു ഏരിയയിൽ. 230 എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു സപ്ലൈ സോണാണ്. നിങ്ങളിവിടെ നോക്കുക അറിയാം, പ്യുവർ സെല്ലിങ് ഈ ഏരിയ നടക്കുന്നുണ്ട്. സോ ഇതൊരു സപ്ലൈ ആണ്. ടോട്ടലി 230 ഈ ഒരു ഏരിയ സപ്ലൈ ആണ്. ആൻഡ് മാർക്കറ്റിലെ ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് 150 to 180 റേഞ്ച് ഒരു ഡിമാൻഡാണ്. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിടുകയാണ്. സോ ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡിന് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റോക്ക് ആയിരിക്കും IPL. സോ എന്തായാലും റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും ഞാൻ. ഇത് എന്തായാലും എടുത്തു ചാടി ഞാൻ സ്റ്റോക്ക് എടുക്കത്തില്ല. സ്റ്റോക്ക് ഗുഡ് കമ്പനി ആണെങ്കിലും ടെക്നിക്കലി എനിക്ക് വലിയ സ്ട്രെങ്ത് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതും നമുക്കൊരു വ്യക്തമായിട്ടില്ല അല്ലേ. അപ്പോൾ ട്രെൻഡ് ലൈനും ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. എന്നിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് ആണ് മെയിൻലി വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന ആഴ്ചകളിൽ കൂടുതൽ സ്റ്റോക്സും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. സോ വീണ്ടും പറയാൻ ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, ടോട്ടലി സ്റ്റഡി പർപ്പസ് ആയിട്ട് മാത്രം കാണുക. ഓക്കെ, താങ്ക് യു.